यहाँ केरला में लूट की खुली छूट चाहता है। यहाँ गोल्ड की स्मगलिंग को लेकर जो खेल चलता है, जिन दफ्तरों से चलता है, वो किसी से छिपा नहीं है। തൃശൂരിൽ കണ്ണും വെച്ച് BJP നടത്തിയ റാലിയിലാണ് പ്രധാനമന്ത്രി സ്വർണ്ണക്കടത്ത് വീണ്ടും ചർച്ചയാക്കിയത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആരോപണം. ഇത് BJPയും കോൺഗ്രസും ഏറ്റെടുത്തു. എങ്ങുമെത്താത്ത കേസ് ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും ഉയർന്നുവരുന്നു. സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിലുള്ള അന്വേഷണം എവിടെയൊക്കെ എത്തിയെന്ന് എല്ലാവർക്കും അറിയാം. പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര മാസം ജയിലിൽ കടന്നു എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ CBI അന്വേഷണം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ സതീശനും പിണറായിയും കൂടി ഒരുമിച്ചിരുന്ന് കേന്ദ്ര ഏജൻസികൾ പീഡിപ്പിക്കുന്നു എന്നുള്ള മുദ്രാവാക്യം അവർ തന്നെയാണ് ഒരുമിച്ച് ഉയർത്തുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട ഓഫീസ് പ്രധാനമന്ത്രിക്ക് അറിയാമെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് അന്വേഷണം നടത്താത്തതെന്ന് കോൺഗ്രസ് ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഏത് ഓഫീസിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതെന്ന് അറിയാം എന്നാണ്. അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ അവിടെ അന്വേഷണം നടത്തായിരുന്നത്? എന്തുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ കേന്ദ്ര ഏജൻസികളെല്ലാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എല്ലാ അന്വേഷണവും അവസാനിപ്പിച്ച് കേരളത്തിൽ നിന്ന് പോരാൻ കാര്യം എന്താ? പിണറായി വിജയനെ കണ്ണിലെ കൃഷ്ണമണി പോലെ പ്രധാനമന്ത്രി സംരക്ഷിക്കുന്നുവെന്നാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്. ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്നതും സ്വർണ്ണക്കടത്തും കൂട്ടിവായിക്കണമെന്നും K. സുധാകരൻ പറയുന്നു. എന്നാൽ കള്ളക്കടത്തിന്റെ കേന്ദ്രം പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി നൽകി. പ്രധാനമന്ത്രിയുടെ പ്രസംഗം വളരെ കൗതുകമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറയുകയാണ്, കള്ളക്കടത്ത് ഓഫീസിൻ്റെ കേന്ദ്രം നിങ്ങൾക്കറിയാലോ. എല്ലാവർക്കും അറിയാം, അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്ന്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.